ഹായ് വെൽക്കം ടു ബൂട്ട് ക്യാമ്പ്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു AI ചാറ്റ് ബോട്ടാണ്. ഈ AI ചാറ്റ് ബോട്ടിന് നമുക്ക് രണ്ട് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ഒന്നാമത്തത് പൈത്തൺ ആണ്. പൈത്തൺ എന്തുകൊണ്ടാണ് AI ഡെവലപ്മെൻറ്റിന് ഉപയോഗിക്കുന്നതെന്ന് അറിയാമോ? പൈത്തൺ വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്ക് മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു 10 ലൈനിൽ എഴുതേണ്ട കോഡൊക്കെ പൈത്തണിൽ നമുക്ക് 2 ലൈൻസിൽ 3 ലൈൻസിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ പൈത്തൺ വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ AI സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിന് ആവശ്യമുള്ള ഒരുപാട് ലൈബ്രറീസ് നമുക്ക് പൈത്തണിൽ കിട്ടുന്നതാണ്. ഈ രണ്ട് റീസൺ കൊണ്ടാണ് പൈത്തൺ നമ്മുടെ AI ഡെവലപ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാമതായിട്ട് പൈത്തൻ്റെ ഡൗൺലോഡിങ് ആൻഡ് ഇൻസ്റ്റാളേഷൻസ് നോക്കാം. പൈത്തൺ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്ത ശേഷം നിങ്ങൾ പൈത്തൺ ഡൗൺലോഡെന്ന് സെർച്ച് ചെയ്യുക. പൈത്തൺ ഡൗൺലോഡെന്ന് സെർച്ച് ചെയ്യാം. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്കൊരു വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവും. python.org എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവും. അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് പൈത്തൺ ഡൗൺലോഡ് 3.12.2 അതാണ് ലേറ്റസ്റ്റ് വേർഷൻ. നിങ്ങൾ ആ ഡൗൺലോഡ് പൈത്തൺ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡിങ് കാണാവുന്നതാണ്. കണ്ടില്ലേ, റൈറ്റ് സൈഡിൽ റീസെൻറ്റ് ഡൗൺലോഡ് ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് പൈത്തൺ ഡൗൺലോഡ് ചെയ്ത് കിടക്കുന്നത് കാണാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ പോയിട്ട് ഡൗൺലോഡ്സിൽ നോക്കിയാലും മതി. അപ്പോൾ റീസെൻറ്റ് ഡൗൺലോഡ് ഹിസ്റ്ററി പോയിട്ട് ഇതാ ഇവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അത് ഇൻസ്റ്റാളേഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റാൾ നൗ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വിൻഡോയിൽ കാണാവുന്നതാണ്. ഇൻസ്റ്റാൾ നൗ എന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളിങ് പ്രോഗ്രസ് ആണ്. നമ്മൾ എൻറ്റയർലി പൈത്തൺ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പൈത്തൺ വളരെ സിമ്പിളാണ്. രണ്ടാമത്തത് AI സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ലൈബ്രറീസ് നമ്മുടെ പൈത്തണിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഇതിന് AI ഡെവലപ്മെൻറ്റിന് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻസ്റ്റാളിങ് ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് വാസ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സെർച്ച് ബാർ പോവാം, കമാൻഡ് പ്രോംപ്റ്റ് അടിക്കാം. CMD എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. നമ്മൾക്ക് ഈ പൈത്തൺ നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ പൈത്തൺ സ്പേസ് --- വേർഷൻ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യാം. അപ്പോൾ പൈത്തൺ വാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ്സ് പോവാം. ഡൗൺലോഡ്സ് പോയിട്ട് നിങ്ങൾക്ക് അവിടെ നമ്മുടെ പൈത്തൺ 3.12.2 കാണാവുന്നതാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. അവിടെ നെക്സ്റ്റ് അടിച്ച് പോവുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചെക്ക് ബോക്സ് ഒക്കെ എനേബിൾ ആക്കാവുന്നതാണ്. ആഡ് പൈത്തൺ ടു എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കാണാവുന്നതാണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഇൻസ്റ്റാൾ കൊടുക്കുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി ക്ലോസ് ചെയ്യുക. ഇനി അതേപോലെ നമ്മുടെ കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. CMD എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച പോലെ പൈത്തൺ സ്പേസ് --- വേർഷൻ എന്ന് സെർച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇപ്പോൾ പൈത്തൺ 3.12.2 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അർത്ഥം പൈത്തൺ നിങ്ങളുടെ സിസ്റ്റത്തിൽ സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ ആണ്. ഇപ്പോൾ VS കോഡ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട പ്രോസസ്സാണ് അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് VS കോഡ് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളൊരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മോസ്റ്റ്ലി നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഈ VS കോഡിലായിരിക്കും നിങ്ങൾ VS കോഡോ അല്ലെങ്കിൽ പൈച്ചാമോ ഒരുപാട് IDEs ഉണ്ട്. ഇതിന് IDE എന്നാണ് പറയാം, ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ് പറയാം. കാരണം ഒരു പ്രോഗ്രാമിങ് സിമ്പിൾ ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു ടൂളാണ് VS കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, VS കോഡ് പോലെ പൈച്ചാമോ അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ VS കോഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ കോഡിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. നമുക്ക് നല്ല യൂസർ ഇൻ്റർഫേസിൽ നല്ല കോഡിംഗ് ഒക്കെ കളർഫുള്ളായിട്ട് നിങ്ങൾക്ക് ഈ VS കോഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് VS കോഡിൻ്റെ ഇൻസ്റ്റാളേഷൻ നമുക്ക് അടുത്തായിട്ട് നോക്കാം. ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഗൂഗിൾ ക്രോമിൽ പോവുക, VS കോഡ് ഡൗൺലോഡ് എന്നടിക്കാം. VS കോഡ് ഡൗൺലോഡ് എന്നടിക്കാം.
അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഒരു വെബ്സൈറ്റ് ഡിസ്പ്ലേ ആവുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ വിൻഡോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ലിനക്സിന് ഒരു ഓപ്ഷൻ ഉണ്ട്, മാക്കിന് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റം വിൻഡോസ് ആണെങ്കിൽ വിൻഡോസിൽ ക്ലിക്ക് ചെയ്യാം, ലിനക്സ് ആണെങ്കിൽ ലിനക്സിൽ ക്ലിക്ക് ചെയ്യാം, മാക്ക് ആണെങ്കിൽ മാക്കിൽ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ വിൻഡോസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡൗൺലോഡ് ആണല്ലേ, റീസെൻറ്റ് ഡൗൺലോഡ് ഹിസ്റ്ററിയിൽ പോയിട്ടുണ്ടെങ്കിൽ VS കോഡ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്യോ അല്ലെങ്കിൽ നിങ്ങൾ നേരെ ആ ഫയലിൽ പോയിട്ട് VS കോഡ് റൈറ്റ് ക്ലിക്ക് ചെയ്യോ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ ഡൗൺലോഡ്സിൽ പോയിട്ട് VS കോഡ് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ലൈസൻസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു വിൻഡോ പോപ്പപ്പ് ആവും. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ദ എഗ്രിമെൻ്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇത് നിങ്ങളുടെ ഫയലിൻ്റെ പാത്താണ് കൊടുത്തിട്ടുള്ളത്, അതും നെക്സ്റ്റ് അടിക്കാം. പിന്നെ ഇവിടെ ഒരു കുറച്ച് ചെക്ക് ബോക്സിൻ്റെ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് ഐക്കൺ ആക്കണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് അടിക്കാം. ഓക്കെ, പ്രിപ്പയറിംഗ് ടു ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ. അപ്പോൾ ഇൻസ്റ്റാളേഷനാണ്. ഓക്കെ, നിങ്ങൾ കോഡിങ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ VS കോഡ് എന്ന് പറയുന്നത്. നമ്മൾ പൈത്തൺ ഡൗൺലോഡ് ചെയ്തു, പൈത്തൺ ആണ് ഇതിൻ്റെ കോർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൈത്തൺ ആണ് നമ്മൾ എൻ്റയർലി ഈ VS കോഡിൽ ചെയ്യുന്നത്. ഈ VS കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെങ്കിലും നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഫിനിഷ് കൊടുക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമ്മൾ ഫിനിഷ് കൊടുത്തു. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഇപ്പോൾ പൈത്തണും VS കോഡും ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ.